അതിൽ പോയ പെൺകുട്ടി ഞാൻ രക്തത്തിൽ കുളിച്ച് കിടക്കുക. ട്രിവാൻഡ്രം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലായിരുന്നു. അവിടെ ഞങ്ങൾ ഒരു ഐറ്റം അവതരിപ്പിച്ചു. ഒരൈറ്റത്തിലൊന്ന് ഇതാണ്, ഒരു പെൺകുട്ടിയെ ബോക്സിൽ വിടുന്നു, നിർത്തുന്നു, അടയ്ക്കുന്നു, എന്നിട്ട് ബോംബ് വെച്ച് തകർക്കുകയാണ് ചെയ്യുന്നത്. റെഡി റെഡി റെഡി, 1 ബം 2 ഒരൊറ്റ വെടിപൊട്ട്. അത് പ്രോഗ്രാം ചെയ്യുന്നതാണ്. ഈ വെടിപൊട്ട് ഒരു നിലവിളിയാ കേൾക്കാം, ഭയങ്കര നിലവിളി. മനസ്സിലായി? അപ്പൊ എനിക്ക് മനസ്സിലായി അബദ്ധം പറ്റിയെന്നുള്ളതാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞു കട്ടനിടാൻ പറഞ്ഞു. കട്ടനിട്ടു. അന്നേരം ജനങ്ങൾക്ക് മനസ്സിലായി കട്ടനിട്ടു. എല്ലാം മിലിറ്ററിക്കാരാ ഞാനത് ഇടുന്നെന്ന് പറഞ്ഞ് കട്ടനിട്ട് നോക്കിയപ്പം ബോക്സ് തുറന്നു. അവിടെ സംഭവിച്ചെന്നില്ല. അതിൻ്റെ ഉള്ളിലിരുന്ന പെൺകുട്ടി, നിങ്ങൾക്ക് ആരും കാണാൻ പറ്റില്ല പെൺകുട്ടി എങ്ങനെ ഇവിടെ വാനിഷ് ആകുന്നതൊക്കെ. അതൊക്കെ ട്രീക്ക്, അത് പലരും പറയുന്നില്ല. പക്ഷേ അതിൽ പോയ പെൺകുട്ടി ഞാൻ രക്തത്തിൽ കുളിച്ച് കിടക്കുക. ഉടനെ തന്നെ ഞാൻ പൊക്കിയെടുത്ത് തോളയിട്ടുണ്ട് നേരെ വെളിയിലോട്ട് ഓടി. ഓർക്ക മജീഷ്യനാണ്, ആർക്കും അത് തൊടാൻ പോലും പേടി, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ എടുക്കാൻ പേടി. ഞാൻ അങ്ങനെയൊക്കെ ഒരു സാക്സസ് ചെയ്ത ഒരാളാണ്. ഞാൻ പെട്ടെന്ന് തോളയിട്ടു നിലവിളിയോടുകൂടി വെളിയിലോട്ട്. അപ്പം തന്നെ കാർ റെഡിയാണ്. അവിടെ കാറിൽ പെട്ടെന്ന് വണ്ടി കയറ്റിയിട്ട് അപ്പം തന്നെ അവിടെ മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ഓടി വന്നു, കട്ടൻ മാറ്റി ചോദിച്ചു. ഓക്കെ, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ഒരു അപകടം സംഭവിച്ചതാണ്. എനിവേ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് മാജിക്. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ നെക്സ്റ്റ് ഐറ്റം. അവിടെ ഒന്നും എൻ്റെ മുഖത്തൊരു ഇതൊന്നും നമ്മൾ പെർഫോമൻസാണ്. അവിടെ അല്ലാതെ നമ്മുടെ വീട്ടിൽ അതായത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അല്ലെ അത് പറയാൻ പറ്റില്ല. നമ്മൾ അവതരിപ്പിച്ചു. അന്നേരം എൻ്റെ മനസ്സിൽ ദൈവമേ കൊച്ചിനൊന്നും സംഭവിക്കരുത് എന്നുള്ള രീതിയിലാണ്.